ഇപ്പോൾ 2 ദിവസമായി ജാസ്മിന് മാത്രം പ്രത്യേകമായി ലെറ്റർ വരുന്നു ബിഗ് ബോസ് വീട്ടിൽ. അവിടെ സ്റ്റോർ റൂമിൽ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് വന്ന ജാസ്മിൻ ഒരു ലെറ്റർ എടുക്കുന്നതും വായിക്കുന്നതും അത് ആരും കാണാതെ മടക്കി മൈക്കിന്റെ ആ ബാഗിനുള്ളിലേക്ക് വെക്കുന്നതും വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇന്നും ജാസ്മിന് ഒരു ലെറ്റർ വന്നിരുന്നു. ജാസ്മിൻ ആ ലെറ്റർ വായിക്കുന്ന സമയത്ത് അറിയാതെ അതിനുള്ളിലേക്ക് പെട്ടെന്ന് നമ്മുടെ ജാൻമണി കയറി വരികയും ജാൻമണി പെട്ടെന്ന് ജാസ്മിനെ കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ തുറന്നത് വഴിക്ക് അവിടെ ഉണ്ടാവുമെന്ന് ജാൻമണി കരുതുന്നില്ല. പെട്ടെന്ന് കണ്ട വഴിക്ക് ജാൻമണി പേടിച്ച് ഒന്ന് ചിരിച്ച് അവിടെ വീഴുന്നതും വീഡിയോയിൽ കാണാം. അത് 2 ദിവസമായി ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജാസ്മിനെ മാത്രമായി ഒറ്റയ്ക്ക് ലെറ്റർ വരുന്നു. ജാസ്മിൻ അത് ആരോടും പറയുന്നില്ല, രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളത്. അങ്ങനെ സ്വന്തമായി അല്ലെങ്കിൽ രഹസ്യമായി ഒരാൾക്ക് മാത്രമായി ബിഗ് ബോസ് എന്ത് ലെറ്ററാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അറിയിപ്പ് വന്നതാണോ, അതില്ലെങ്കിൽ വീട്ടുകാർ അറിയിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അറിയിച്ചിട്ടുള്ളതാണോ എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതോ ജാസ്മിനെ ഇനി ബിഗ് ബോസ് തന്നെ പുറത്തെ കാര്യങ്ങൾ എത്തിക്കുന്നതാണോ, ഗെയിം പറഞ്ഞു കൊടുക്കുന്നതാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരുമായി ചോദിക്കുന്നുണ്ട്. എന്തായാലും വീട്ടുകാർ ജാസ്മിന്റെ അടുത്ത് കട്ട കലിപ്പിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ച് ദിവസങ്ങളായി ജാസ്മിന് ഡ്രസ്സ് വരുന്നില്ല. അത് ജാസ്മിൻ തന്നെ പലതവണ ബിഗ് ബോസ് വീടിനുള്ളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാളായിട്ട് ഹൗസിനുള്ളിലുള്ള എല്ലാവർക്കും ഡ്രസ്സുകൾ എത്തിയിരുന്നു. പക്ഷെ ജാസ്മിന് മാത്രം ഡ്രസ്സ് വന്നിട്ടില്ല. ജാസ്മിൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് മൂഡ് ഓഫ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് കാണാൻ ഗബ്രി വന്ന് പലതവണ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്, ഞാൻ കരയുന്ന കാണുമ്പോൾ ആളുകൾക്ക് പുച്ഛമായിരിക്കും തോന്നുന്നുണ്ടാവാല്ലേ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ആളുകൾക്ക് അത്രയും ദേഷ്യമായിരിക്കുമല്ലേ എൻ്റെ അടുത്ത് എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് മാത്രം ആ ലെറ്ററിൽ നിന്നും ജാസ്മിനെ എന്താണ് അറിഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് കിട്ടിയത്? വീട്ടിൽ നിന്നും ഡ്രസ്സ് വരില്ല, ഇനി കൊണ്ടുതരില്ല എന്നുള്ള അറിയിപ്പായിരുന്നോ ആ ലെറ്ററിനുള്ളിൽ? ഇന്ന് സായി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് എല്ലാവർക്കും ഡ്രസ്സ് വന്നതുകൊണ്ട് തന്നെ ജാസ്മിൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സായി വന്ന് പറയുന്നത്, ഇത് അറിയാവുന്ന കാര്യമല്ലേ, എക്സ്പെക്ട് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് അവിടെ സായി ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ജാസ്മിൻ എക്സ്പെക്ട് ചെയ്തു? സായി പുറത്തെ കാര്യങ്ങൾ കുറച്ചധികം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിന് എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തൊക്കെയാണ് അവിടെ ജാസ്മിൻ അറിഞ്ഞിരിക്കുന്നത്? ജാസ്മിന് മാത്രമായി 2 ദിവസമായി വരുന്ന ലെറ്ററിൽ എന്താണുള്ളത്? പ്രേക്ഷകരെ അത് ബിഗ് ബോസ് മണ്ടന്മാരാക്കുകയാണോ എന്നുള്ളതാണ്. അവിടെ ജാസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടി സീസൺ 6 നടത്തുന്ന ഒരു ഗെയിമാണോ ഇത് എന്നുവരെ പ്രേക്ഷകർ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ ഒരു കപ്പ് എന്നതാണോ, ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നർ ജാസ്മിൻ ആണോ എന്നൊക്കെ ഒരുപാട് പേർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ നെഗറ്റീവ് ജാസ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ലാലേട്ടൻ വരുന്നു, ചീത്ത വിളിക്കുന്നു, ജാസ്മിനെ കുറെ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നു, ജാസ്മിനെ അങ്ങനെ കുറെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത് അവസാനം കൊണ്ടെത്തിക്കുന്നത് ജാസ്മിനെ ഒരു കപ്പ് എന്ന നിലയിലേക്കാണോ? ജാസ്മിന് ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിലും അങ്ങനെ വരുന്ന സമയത്ത് അവസാനം വെറുത്ത് അവസാനം ജനങ്ങളിലേക്ക് വെറുത്ത് ഇത് ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലേക്ക് ജാസ്മിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ട ക്ലൂകളാണോ ജാസ്മിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്?